ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ എനിക്ക് പച്ചമുളകിൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇപ്പുറത്തെ പറമ്പിലാണ് വെച്ചേക്കണത്. അത് അപ്പടി കാടും ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെനിക്ക് പറിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒക്കെ പഴുത്ത് അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ്. ഇത് കണ്ട കാടായ അവിടെ നിറച്ച് പുല്ലും പച്ചമുളകൊക്കെ പഴുത്തൊക്കെ ഉണ്ട്, കാണാൻ പറ്റണ്ട. അപ്പോൾ എനിക്കിത് ഇങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോൾ ചെളിയാണ്, പേടിയുണ്ട്, പാമ്പുണ്ട്, പലവട്ടം പാമ്പുകൾ ഞങ്ങളുടെ മുറ്റത്തേക്കൊക്കെ കയറി വരാറുണ്ട്. പേടിയാണ് എനിക്ക്. അങ്ങനെ ആരുമില്ല ഇവിടെ വേറെ. എന്നാലും ഞാനത് പച്ചമുളകൊക്കെ നിൽക്കണാട്ടിട്ട് എനിക്ക് സഹിക്കണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ എൻ്റെ മുളകും തൈകളൊക്കെ എല്ലാം ചെളിയിൽ നിന്ന് കയറ്റി മുളകുകൾ ഉണ്ടായിരിക്കുന്നുണ്ട്. അത് വയലറ്റ് കാന്താരി, പഴുത്ത് നിൽക്കണം. കാണുന്നില്ലേ കൂട്ടുകാരെ എൻ്റെ മുളക്? ഇതൊക്കെ മഞ്ഞച്ച് നിൽക്കണണ്ട, ഉണങ്ങാനുള്ള പരിപാടിയാണ്. അതാണ് അധികം ഞാനിന്ന് നിങ്ങളുടെ എല്ലാം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇഷ്ടംപോലെ മുളകുണ്ട്. ഇതേപോലെ മുളക് ഉണ്ടായി നിൽക്കണ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായി നിൽക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോരുത്തരും എന്നോട് ചോദിക്കേണ്ട ഈ വീഡിയോ കണ്ടിട്ട് മുളക് തരുമോ, കാശിന് തരുമോ എന്നൊക്കെ. കാശിനൊന്നും കൊടുക്കണില്ല. 1 കിലോ മുളക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമോ? അപ്പോൾ അതുകൊണ്ട് 2 പേർക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കാന്താരി മുളകാണ് ചോദിച്ചേക്കണത്. പക്ഷെ ഞാൻ കാന്താരി മുളക് കുറച്ചുള്ളൂ. അപ്പോൾ അത് കാന്താരി മുളകും പിന്നെ കറിയിലൊക്കെ ഇടുന്ന മുളകുകളും അതും കൂടി കൊടുക്കാമെന്ന് കരുതണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുമ്പളങ്ങ കൂടി കിട്ടി. അപ്പം എൻ്റെ മുളകും തൈ ഒക്കെ എല്ലാവരും കണ്ടില്ലേ മുളകും? എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ.